നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രോഗമുള്ളവർക്കും രോഗമില്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. പൂർവികരായ ആളുകൾ പുരാതന കാലം മുതലേ വീടിനുള്ളിൽ പുകച്ചിരുന്ന ഒരു ധൂപക്കൂട്ടാണ് ഭൂതാഷ്ടഗന്ധം. വീടിനുള്ളിലെ എല്ലാ രോഗാണുക്കളെയും പൂർണ്ണമായി നീക്കം ചെയ്യാനും വീടിനുള്ളിലെ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി വീടിനുള്ളിൽ നിറയ്ക്കാനൊക്കെ സാധിക്കുന്ന ഒരു ധൂപക്കൂട്ടാണ് ഈ ഭൂതാഷ്ടഗന്ധം. ഇതിലെ പ്രധാനപ്പെട്ട ചേരുവകൾ പരുത്തിക്കുരു, വെളുത്തുള്ളിയുടെ പുറത്തെ തോല്, ഗുൽഗുലു, പിനാറിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, ഭൂതവൃക്ഷം എന്നൊരു പേരും കൂടിയുണ്ട്. പണ്ടൊക്കെയുള്ള ആളുകൾ വീടിനുള്ളിലെ ദോഷങ്ങളെ, പ്രത്യേകിച്ച് ഭൂതപ്രേത പിശാചുക്കളുടെ ദോഷങ്ങളെ അകറ്റാൻ വേണ്ടി ഈ വൃക്ഷം അതിൻ്റെ പല ഭാഗങ്ങളും വീടിനുള്ളിൽ പുകയ്ക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭൂതവൃക്ഷം എന്നൊരു പേര് കൂടെ ഈ പിനാറിക്ക് ഉള്ളത്. അതും ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചേരുവകയാണ്. അതുപോലെ ജടാമാഞ്ചി, കൊട്ടം, രാമച്ചം, അകില് എന്നിങ്ങനെ 8 കൂട്ടം പ്രധാനപ്പെട്ട ചേരുവകളാണ് ഈ ഭൂതാഷ്ടഗന്ധത്തിലുള്ളത്. ഇനി ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വൈകുന്നേര സമയങ്ങളിൽ വീടിനുള്ളിൽ കനലോ മറ്റോ ഉപയോഗിച്ച് ഇത് അല്പം എടുത്ത് അതിലിട്ട് പുകയ്ക്കുന്നത് ഈ പറഞ്ഞ എല്ലാ ദോഷങ്ങളും മാറാനും, അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഈ ധൂപക്കൂട്ട് പുകയ്ക്കുന്നത് അവർക്കുണ്ടാകുന്ന മറ്റ് ദോഷങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ സംരക്ഷിക്കാൻ ഒരു നല്ല മാർഗം കൂടിയാണ് ഇത് വീടിനുള്ളിൽ പുകയ്ക്കുന്നത്.